അപ്പോൾ again നമ്മൾ എന്തൊക്കെയാണ് GTA 5 സൺറൈസ് ആയിട്ട് സോ നമ്മൾ മൂന്നാളല്ല നാലാളുണ്ടായിരുന്നു. ഒരാൾ പറ്റിച്ചിറങ്ങിപ്പോയി. GB റാൻഡം ജെറി എല്ലാവരും ഉണ്ടായിരുന്നു. കുറെ നാൾക്ക് ശേഷമാണ് GTA 5 റേസ് ആയിട്ട് വരുന്നത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു. ഷെയർ ചെയ്തു, ലൈക്ക്, സബ്സ്ക്രൈബ്. ലെറ്റ്സ് ഗോ. വെൽക്കം ബാക്ക് ഓക്കേ ബൈ വെൽക്കം ഫ്രണ്ട് ബൈ ഡാ ആരെ പൊട്ടിച്ചു എടാ ഇവൻ ചിക്കി പപ്പ് ഇടറായി വൃത്തിയിട്ടോ ചിക്കി പപ്പ് വീട്ടിൽ കയ്യിൽ സാധനം പിടിച്ചോണ്ടാ നടക്കുന്നത്. അമ്മേ ഞാൻ ഒന്നെങ്കിൽ നല്ല ഫ്രണ്ടിൽ പോണം, അല്ലെങ്കിൽ നല്ല ബാക്ക് ചെയ്യിക്കണം. ഈ രണ്ടും ഏതെങ്കിലും ഒരു സീനുമില്ല ഗായ്സ്. കിട്ടിയില്ല. സൈഡിലാണ് രണ്ട് സൈഡിലായിട്ടാ. നടന്നില്ലല്ലേ, പേടിക്കണ്ട. അവരവിടെ സ്റ്റിക്കി ബോംബിൽ മഴ ഇട്ടുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് പ്രോക്സിമിറ്റി മൈൻ ആയിരിക്കും, പേടിക്കണ്ട. ചെറിയ വ്യത്യാസമുണ്ട്. അത് നിങ്ങക്ക് പേടിക്കണ്ട, ഇവിടെ ചെക്ക് പോയിന്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ചാവില്ല പൊട്ടി തെറിച്ചു, അതെനിക്ക് ഉറപ്പാ. ആടാ അറപ്പാ. ഓടാ നീ അവിടെ ഇട്ടേക്കുന്നല്ലേ തെണ്ടി നടുക്ക് തന്നെ. എന്ത് ഞാൻ എടാ എനിക്ക് കണ്ടുപോട്ടൊന്നുമില്ല, ഞാൻ ജീവിയല്ല. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, എനിക്ക് കാണാം. എടേ അതാ പകടല്ലേ ഒന്നുമില്ല. ഞാനിവിടെ അത് കണ്ടേ. ചെറിയ അവിടെ ബ്ലോക്ക് ചെയ്യാൻ പൊട്ടി തെറിക്കണ ഇവിടെ നിക്കണം. ഇയാളൊന്നും വൈകൊന്നുമില്ല. അതെങ്ങനെ റാൻഡ് അവിടെ കിടന്ന് കളിക്കുമല്ലേ ഇതെടുക്കുന്ന ബട്ടൺ ആവോയാ കിട്ടിയ പൊട്ടണേ അതൊന്നും പൊട്ടാത്തെ. പ്രോക്സിമിറ്റി മൈൻ പ്രോക്സിമിറ്റി മൈൻ പൊട്ടി തെറിക്കാഞ്ഞേ. അല്ലല്ല ഞാൻ കൊല്ലാൻ വേണ്ടിയല്ല, ഞാൻ ജസ്റ്റ് ഫ്ലയർ ഇടണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. എടേ തായി ഗെയിം ജയിക്കില്ല, ഞാൻ മറ്റേ കണ്ണെടുക്കൂലി. ആ ശരിട്ടാ സാറേ ജോർജേ, പരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. നീ അടുത്ത ചെക്ക് പോയിന്റില്ലേ, നീ ചെക്ക് പോയിന്റിൽ കയറടാ വാടാ. ആ ശരി റാൻഡത്തിന് ഇന്ന് ഞാൻ കുളിപ്പിക്കും. ഈ റേസ് തീർക്കില്ല. അവൻ ഇവിടെ നിന്ന് നീ ഇവിടെ നിന്ന് വെടിവെച്ചോണ്ടിരുന്നോ നിന്നെ? ഇതെന്തിരിത് പട്ടി സാധനം ഉണ്ടാക്കിയ ചെക്ക് പോയിന്റ് കിട്ടിയെന്നല്ല, ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ടാണ് ഇവിടുത്തെ സ്ഥലക്കാണ്. നിങ്ങൾ എന്തോടാ അവിടെ കാണിക്കുന്ന ഈ കടിയന്മാര്? എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇത് ഏതാ സ്ഥലം? ജീവി ഓൾറെഡി അടുത്ത ചെക്ക് പോയിന്റിലോട്ട് പോയി. ഇവിടെ റാൻഡത്തിന് മാത്രമേ കടിയുള്ളൂ, നമുക്ക് കടിയില്ല. എന്റെ അളിയ ഇതെന്തിനുണ്ടാക്കി വെച്ചാണ്. റാൻഡം പൊട്ടിത്തെറിച്ചോടാ, കൊഴപ്പില്ല. അടുത്ത ചെക്ക് പോയിന്റ് എത്തും. ശരി ഒരു കുഴപ്പമില്ല. ഞാൻ മൗസ് കീബോർഡിലേക്ക് മാറ്റി എന്റെ കളി. ചെക്ക് പോയിന്റ് എത്തും. അല്ല ഇതിങ്ങനെ തൂക്കിയിട്ടോണ്ട് നടന്നാൽ മതി, ഇടയ്ക്കൊരു പിടിക്കാക്കിന്റെ ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ പാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. നീയൊക്കെ അര ടൗസർ ഇട്ടുണ്ട്, അജന്തയിൽ ആദിഭാവം കണ്ടു നടക്കുന്ന ടൈമിൽ നമ്മളീ സീൻ ഇട്ടതാ. നല്ലത് അവരോട് വരുന്ന കഴി കാണാനില്ല. എനിക്കും പ്രതീക്ഷയൊന്നും ഇല്ലടാ. അതല്ലേ പറയുന്നിരുന്നാലും. ഇതെന്തിന് ഈ വോൾ റൈഡ് ചെയ്യണ?
അല്ല GB പറഞ്ഞായിരുന്നു GB ഓൾറെഡി പ്രശ്നമില്ല. നീ എന്താ പേടിക്കുന്നത്? ഇത് വോൾ റൈഡ് അല്ല, മനസ്സിലായി. ഏറ്റവും മേളിൽ പോയിട്ട് നിക്കലായിരിക്കും. അത് വോൾ റൈഡ് പോലല്ല. ശല്യം. ഇതൊരു മിനി വോൾ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, സൂപ്പർ ആയത്. ഇത് വോൾ റൈഡ് അല്ല, അതാണ് ഏറ്റവും വലിയ സീൻ. വോൾ റൈഡ് ആണെങ്കിൽ വോൾ റൈഡ് ചെയ്ത് പോയാൽ മതി. ഈ വാഴ വണ്ടി ഭയങ്കര സ്പീഡിൽ പോയ വട നീയല്ലേ പറഞ്ഞ എനിക്ക് ഇങ്ങനത്തെ മറ്റേ പറപ്പിക്കുന്ന സിമ്പിൾ ആണെന്ന് മനസ്സിലായി. ഞാൻ കേറിയ ടൈമിലാണ് ഈ റാൻ അമ്മേ അവിടുന്ന് ഇങ്ങോട്ട് ചാടുകണ്ടു. അതിനാണ് റാൻഡത്തിനെ പറയണേ. റാൻഡൻ ഇവിടെ കയറി ഇറങ്ങിട്ട് എന്നിട്ട് എനിക്ക് ഒരു മണിക്കൂർ ഗ്യാപ്പ് കിട്ടി. ഞാൻ ഈ മൂന്നാമത്തേല് വന്ന് വീഴുന്നടേ. സത്യം. ഇനിയിപ്പോ മൂന്നാമത്തെ കുറ്റം പറഞ്ഞു. എന്റെ മൂന്നാമത്തേല ആ പച്ച ലൈനില എപ്പോഴും പണിയുണ്ടെന്ന് എനിക്ക്. ഇത് അസത്യം അസത്യം അസത്യം. അയ്യോ എന്നോക്കട്ടെ നിങ്ങള് കളി. അതെന്റെ കഴിഞ്ഞ കളിയിലുണ്ടായില്ലോ കണ്ടോ. ഞാൻ DNF ആയിക്കോളാം അങ്ങനെ. നന്മയുള്ള ലോകമേ. അതെ, ഞാൻ നിങ്ങൾക്ക് DNF തന്നോളാന്ന് പറയണ പോലെ എന്തൊരു മറ്റേ എന്താ നമുക്കെന്താ പ്രൗഡ് മൊമെന്റ് പോലെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ ഇവിടെ ബലി കൽപ്പിക്കുന്നു. ഞാൻ കളിക്കാറില്ലല്ലോ. ഇത് കളിച്ച് പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം ജയിക്കാൻ പറ്റണ റേസ് ഒന്നും നല്ലത്. എടാ അത് കളിച്ച് കളിച്ചുമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നീ കളിക്കില്ലാതെ വാശി പിടിച്ചോണ്ടല്ലേ. നന്മയുള്ള ലോകമേ കാത്തിരുന്ന സെന്റർ കൂടെ എന്നെ പോണല്ലേ. യൂണിവേഴ്സ് നന്നായി. ഇറാന്റെ ഞാൻ കണ്ടു. അതാണ് GBയുടെ പ്രത്യേകത. എല്ലാം നീ ടോപ്പ് കോർണറിൽ നിന്നാണ്. എടാ ടോപ്പ് കോർണർ ആ പച്ചയിൽ ഇരിക്കുന്നടാ. ഞാൻ എപ്പോഴും അടിയിന്ന് പൊക്കിച്ചാടി. ടോപ്പ് കോർണറിൽ നിന്ന് ഓടിച്ചിങ്ങനെ നിരക്കിയല്ല കേട്ടുന്നത്. അടിയിന്ന് പൊക്കിച്ചാടി. ശരി, വണ്ടി കൊണ്ട് വരാൻ പറ്റുള്ളൂല്ലേ? അത് വണ്ടി കൊണ്ട് വരാൻ പറ്റുള്ളൂ. ഞാൻ നടന്നിട്ടേ അതിന്റെ മുകളിലെത്തി. അത് ചാടണോടാ. ഇവിടെ ചാടാനുണ്ട്. മനസ്സിന്റെ കിളി വറുത്തു തുടങ്ങി. റാൻഡം ജയിക്കും. റാൻഡത്തിന് അടിയിന്ന് പോക്ക് അടിയിന്ന് പോക്ക് അടിയിന്ന് പോക്ക് ജീവി കഴിവുണ്ട്. ജീവിനെ കഴിവില്ല. ജീവിക്ക് കഴിവില്ല. അത് ഡൗട്ട് എന്താ? ജീവി എവിടെയാന്ന് അവിടെ എത്തി. ഭാഗ്യം. ഇനി എല്ലാവർക്കും ജയിക്കാൻ പറ്റണ വോൾ റൈഡ്. ഇവിടെ എങ്ങോട്ടാ? നേരെ അടിയിരിക്കും. ഇനി റേസ് പാടിച്ചു. എനിക്ക് GB ഓൾറെഡി എന്ന് കാണണം. ഓക്കെ, നന്നായി. അവിടെ എത്തുന്നതിന് മുമ്പ് എങ്ങനെ വഴിയില്ലേന്ന്? ഷോർട്ട് കട്ടല്ല, ഇങ്ങടല്ല വരണ്ടേ. ആദ്യം ബാക്കിലെ ചെക്ക് പോയിന്റ് എടുക്കണ ഇതിൽ കൂടെ വന്നിട്ട്. അത് ശരി, ആദ്യം ഇതെന്തായാലും നമുക്ക് ഇറങ്ങി പോണം. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ചെക്ക് പോയിന്റ് എടുത്ത് വരണം. അത് കറങ്ങി ഇത് അവിടെ എത്തണാ. മാത്രം പോരാ, അവിടെ ചെരിക്കണം. That is very simple actually. റാൻഡം എവിടെ തറയാ? വോൾ റൈഡാ. യെസ്, ലെറ്റ്സ് ഗോ. അടുത്ത വോൾ റൈഡ്. ഞാൻ പോയിന്ന് വിട്ട് എങ്ങനെയുണ്ട് പറ. എന്താ റാൻഡമേ പറയണേ? ജെറി ഈസിയാന്ന് പറ പ്ലീസ്. ഭാഗ്യം കിട്ടി. അല്ല, നിനക്ക് തോന്നുന്നുണ്ടോ റാൻഡം ഈ സാധനം ഭയങ്കര സ്പീഡ് വേണ്ടി ചാടി അപ്പുറത്തേക്ക് പോയി ചെക്ക് പോയിന്റ് മിസ് ചെയ്യുന്നു? അത് പതുക്കെ വന്നിട്ട് ഈ ചെക്ക് പോയിന്റ് എടുക്കും. റാൻഡത്തിന്റെ ആക്രാന്തം മൂലം മിക്കവാറും എത്താണ്ട് വീഴാനാ ചാൻസ്. റാൻഡം നല്ല സ്പീഡ് കുറച്ച് വന്നു കഴിയുമ്പോൾ റാൻഡ് ഈ അടിയിൽ കാണുന്ന പച്ച വോൾ റൈഡ് ചെയ്യാൻ നോക്കിയാളാ. അതോ അതാ റാൻഡം വോൾ റൈഡിനെ കുറിച്ച് പറയണ്ടായിരുന്നു. ഈ വോൾ റൈഡ് ഇവിടെ നോക്കി ജീവനെ കാണാം. റാൻഡം ചെക്ക് പോയിന്റ് എടുക്കാണ്ട് അപ്പുറത്ത് പോയി ഇതടാ. ജീവി എവിടെയാ? ഇനി അവനെ വെടി വെച്ചു.
A few moments later. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ. അത് ശരി പോയി നൈസാരി മുങ്ങി ജീവിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നമ്മളാരായി കാണാൻ പറ്റില്ല. ചുമ്മാടെ കയറിന്നാ മതി. എന്ത് കേറുന്നാ മതി എടാ അത് തന്നെ തള്ളുന്ന താഴത്തേക്ക് ഇട്ടു. കറക്റ്റ് ശരി. You can. Wow, that is impossible of life. അത് നിങ്ങൾ ആരെയും കണ്ട സീസാനായിരുന്നത്. കറക്റ്റ് ആ ആരോ വെച്ചേക്കുന്ന ചാടി എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ഗ്യാപ്പ് ഉണ്ട്. നീ നടന്നിട്ട് കാര്യമില്ല. ഞാൻ ചാടി ഗ്യാപ്പ് ട്രൈ ചെയ്യും. അയ്യോ എനിക്ക് എന്റെ ട്രൈയിൽ ഞാൻ വീഴും. നിങ്ങൾക്ക് കിട്ടിയാ ഇല്ല. തന്റെ കാറ് തരൂ. താഴെ കള്ള തന്റെ കാറ് താ പ്ലീസ്. വണ്ടി ഓടിച്ചോ. ഇരി കിട്ടിയില്ല കിട്ടാണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല ഇത് സർപ്രൈസ് അവിടെ ഇല്ല, അതിന്റെ ഇപ്പുറത്തെത്തിയോ. കിട്ടി. നിക്ക് ഈ മണ്ടന്മാർ. എടാ നീ ഇപ്പഴാ ഉണ്ടേലാണോ? എടാ എനിക്ക് കിട്ടിയ അറിയാതെ ബ്രേക്ക് കുടിച്ചിട്ട് ബ്രേക്ക് കുടിക്കണോട്ട് നീ വെറുതെ അല്ല ഈ സാധനം ഇട്ടേ നിൽക്കും. മറ്റേ വെടിവെച്ച് കൊല്ലാനല്ല, ഇങ്ങനത്തെ സാധനം വരെ വൃത്തികേട് കാണിക്കാനെന്ന കാര്യം. സത്യം ട്രിക്ക് പറഞ്ഞു കൊടുക്കണ്ട ചെറിയ റാൻഡത്തിന്. എന്റെ ട്രേഡ് മാർക്ക് ഞാൻ പതിച്ചു പോയി. എന്താ അത് ഒരു സാധനം കണ്ട. അതിങ്ങനെ ചാടാൻ പറ്റില്ല, നേരെ ചാടാൻ പറ്റില്ല. അങ്ങനെയാണോ അത്? ശരിക്കും അങ്ങനെയാണോ? ഇവിടെ നിന്ന് എനിക്ക് കാണാം. കിട്ടിയാ മകന് അമ്മക്കേക്ക മകൻ കിട്ടിയാ? അമ്മക്കേക്ക മകൻ അപ്പുറത്തെത്തി. മിസ്റ്റർ മകൻ ട്രിക്ക് വെച്ച് മനസ്സിലായി ആ ട്രിക്ക് മനസ്സിലായി. ഞാൻ ജീട്ട് ചെയ്യണം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാ. That is called gamers trademark. GTA കളിച്ച് തഴമ്പായവർക്ക് മാത്രം ട്രൈ ആവുന്നത്. റാൻഡം അത് കൊള്ളായിരുന്നു കേട്ടോ. GTA ചെയ്ത പോലെ തന്നെ ചെയ്യാൻ നോക്കിയത് ഒരുത്തൻ ബാക്കില്. അപ്പൊ ഇങ്ങനെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? കിട്ടി. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അല്ല അങ്ങനെ ചെയ്യണ്ട, പക്ഷെ റാൻഡം ചെയ്തത് കൊള്ളായിരുന്നു. എടാ എന്റെ വണ്ടിയുടെ ഫ്രണ്ട് പൊക്കടാ. ഇങ്ങോട്ട് മുകളിലേക്ക് വന്നു. ജീവി നമ്മളെ പറ്റിച്ചിറങ്ങി. സോ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലൈക്ക് സബ്സ്ക്രൈബ്. അടുത്ത ദിവസം അടുത്തൊരു റേസ് ആയിട്ട് വരാം. ആൻഡ് കുറെ നാൾക്ക് ശേഷമാണ് റേസ് ആയിട്ട് നമ്മൾ തന്നെ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. യെസ്.